ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിലും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കസ്റ്റർഡ് പുഡിംഗ് ആണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മിൽമ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഒരു 1/4 കപ്പോളം എടുത്ത് മാറ്റി വെക്കണേ. ഞാനിവിടെ 250 ml കപ്പളവാണ് കേട്ടോ പറയുന്നത്. വീണ്ടും നമ്മൾ ഒരു 1/4 കപ്പോളം എടുക്കുന്നുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 1/4 കപ്പ് പാലിലേക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ 1/4 കപ്പ് പാല്. ഇനി അതിലേക്ക് ഒരു 4 ടീസ്പൂണോളം കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ടേബിൾ സ്പൂൺ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമതെടുത്ത ആ ഒരു 1/4 കപ്പ് പാലിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു ഗനാഷിൻ്റെയൊക്കെ ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഈ ഒരു ഗനാഷിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് തിളപ്പിക്കുന്നതിനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവേ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ട ആ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ കസ്റ്റർഡ് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ദേ നമ്മുടെ കസ്റ്റർഡ് മിക്സ് ചേർത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട കെട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റോളമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കി എടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലാകുന്നത് വരെയും കൈവിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് തണുക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി വെക്കാവേ. ഇനി നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു പാല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായി കിട്ടും കേട്ടോ. കട്ടയൊന്നും വരാതിരിക്കാനായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൂളാകാനായിട്ട് മാറ്റി വെക്കാവേ. ഇനി ഇതിലേക്ക് ലെയറിങ്ങിനായിട്ട് വേണ്ടത് ബ്രെഡ് പീസസ് ആണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് പീസസിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ട്രേ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ആ ഒരു ബ്രെഡ് പീസസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഏത് ട്രേ ആണോ എടുക്കുന്നത് അതിൻ്റെ ആ ഒരു ലെവലിനനുസരിച്ച് നമ്മൾ ബ്രെഡ് പീസസ് കട്ട് ചെയ്തെടുത്താൽ കൂടുതലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ആ ഒരു കസ്റ്റർഡ് മിക്സ് നന്നായി തണുത്ത ശേഷമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ എല്ലായിടത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ നമ്മൾ കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേർഡ് ലെയറായിട്ട് വീണ്ടും ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ കസ്റ്റർഡ് മിക്സ് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ കസ്റ്റർഡ് മിക്സും ആ ഒരു ബ്രെഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിന് മുകളിലായിട്ടൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒരു ഡയറി മിൽക്ക് വാങ്ങി ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ആ ചോക്ലേറ്റ് ഒഴിച്ച ശേഷം നമ്മൾ ചെറിയൊരു സ്ക്യൂർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി ഒന്ന് കൂൾ ചെയ്ത ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളേ. നല്ലതുപോലെ കൂളായി കഴിയുമ്പോഴേക്കും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഈ പുഡിങ് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 2 or 4 hours അല്ലെങ്കിൽ ഓവർ നൈറ്റോ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 to 5 hours ആണ് കൂൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഗനാഷും കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വെരി ഈസി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.